2050 ലോകം ടെക്നോളജിയുടെ ചിറകിൽ അതിവേഗം മുന്നേറി. അതിനൊപ്പം നമ്മുടെ നാടായ കേരളം AI-യും റോബോട്ടിക്സും ലോകത്തിന്റെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതി. പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി. യന്ത്രങ്ങൾ മനുഷ്യർക്കായി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു മനുഷ്യൻ ആ ടെക്നോളജിയെ ഉപയോഗിച്ചത് ചരിത്രത്തിൽ ആരും ഇന്നുവരെ കാണാത്ത കാഴ്ചകൾ ലോകത്തിന് മുന്നിൽ തുറക്കാനായിരുന്നു. അവന്റെ പേര് കോടി. എ ഗ്ലോബൽ ഫിനോമിനൻ. കേരളത്തിൽ ജനിച്ചു വളർന്ന കോടി ഇന്ന് ലോകത്തിലെ നമ്പർ 1 റിച്ച് ആൻഡ് മോസ്റ്റ് ഫോളോവേഴ്സ് ഉള്ള ലൈവ് സ്ട്രീമറാണ്. തന്റെ ഫ്ലൈയിങ് ക്യാമറ ഉപയോഗിച്ച് കോടി 24/7 ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നു. USA മുതൽ ആഫ്രിക്ക വരെ, ജപ്പാൻ മുതൽ ബ്രസീൽ വരെ ഓരോ രാജ്യവും അവരുടെ ഭാഷയിൽ തന്നെ കോടിയെ കേൾക്കുന്നു. അവരിൽ ഒരാളായി കോടിയെ കാണുന്നു. തന്റെ സ്യൂട്ടിൽ ഇംപ്ലാന്റഡ് ട്രാൻസ്ലേഷൻ ഡിവൈസ് ഉള്ളതിനാൽ ഏത് രാജ്യത്തുള്ള മനുഷ്യരോടും അവരുടെ ഭാഷയിൽ സംസാരിക്കാം. മൃഗങ്ങളോട് പോലും. ലോകത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള അൾട്രാ പ്ലസ് ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് കോടിയുടെ തലച്ചോറിൽ ഇംപ്ലാന്റഡ് ആണ്. തന്റെ തോട്ട്സ് കൊണ്ട് തന്നെ കോടിക്ക് പലതിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയും. ടെക്നോളജി, യെസ്, പക്ഷേ കോടിയുടെ വിഷൻ അതിലും വലുതാണ്. എന്റെ മുഴുവൻ സമ്പത്തും ഒരു ടെക്നോളജിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. സിവിലൈസേഷൻ സ്വിച്ച്. ടൈം ട്രാവൽ? നോ. വെർച്വൽ റിയാലിറ്റി? നോ. ഇത് റിയൽ വേൾഡ് സിവിലൈസേഷൻ ആക്സസ് ടെക്നോളജി. സിവിൽ സ്വിച്ച്. ഏത് സിവിലൈസേഷനിലേക്കും കടന്നുചെല്ലാം. എല്ലാ കാഴ്ചകളും ലൈവ് സ്ട്രീം ചെയ്യാം. നമ്മൾ ഒരു കാലഘട്ടത്തിൽ മാത്രം ജീവിക്കുന്നു, പക്ഷെ ഭൂമി അനവധി കാലങ്ങൾ കണ്ടിട്ടുണ്ട്. സിവിലൈസേഷൻസ്, ക്രീച്ചേഴ്സ്, ലോസ്റ്റ് വേൾഡ്സ്. So guys, let's start our new live streaming. Let's begin. എനിക്കിത് വെറും ഒരു ഫാന്റസി അല്ല, എന്റെ ലൈഫ് ടൈം മിഷനാണ്. സിവിൽ സ്വിച്ച്. Destination locked. Era, dinosaur age. ഈ വരുന്നതാണ് ട്രൈസെറടോപ്സ്. ഇതിന്റെ മുഖത്ത് 3 കൊമ്പുള്ളത് കണ്ടോ? അതുകൊണ്ടാണ് ഇതിനെ ട്രൈസെറടോപ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ബട്ട് പേടിക്കണ്ട, ഇത് ഹെർബിവറസ് ആണ്. സോ ഐ എം സേഫ്. എന്റെ സ്യൂട്ടിലുള്ള ഇംപ്ലാന്റഡ് ട്രാൻസ്ലേഷൻ ഡിവൈസ് കൊണ്ട് യൂഷ്വലി ആനിമൽസിനോട് സംസാരിക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു ദിനോസറിന്റെ അടുത്ത് ഈ ടെക്നോളജി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഹായ്, ഐ എം കോഡി. യു ലുക്ക് സോ സ്ട്രോങ്. ഹായ്, വിചിത്രമായ ചെറിയ ജന്തു. ഹലോ അങ്കിൾ. പീസ്ഫുൾ വൈബ്സ് ആണ് അല്ലേ? നീ എന്താ ഇത്ര ചെറുതായിരിക്കുന്നത്? എന്ത് ചെയ്യാൻ അങ്കിൾ? അങ്കിളിനെ പോലെ അധികം ഫുഡ് കഴിക്കാൻ വയറില്ല. Guys, this is the first airline service. ടിക്കറ്റും വേണ്ട, പാസ്പോർട്ടും വേണ്ട, പൈസയും വേണ്ട. നീ ആരാടാ എന്റെ മുകളിൽ കയറിയിരിക്കാൻ? ഞാൻ നിന്റെ ഫ്രണ്ട് കോഡി. ഫൈനലി ഫ്രഷ് വാട്ടർ, സർവൈവൽ ബേസിക് നീഡ്. ഇതെന്താ, ഭൂമി കുലുക്കമാണോ? So, you all friends or relatives? ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചേ പോകും. ഒരുമിച്ച് നിന്ന് അപകടം വരില്ല. ഇവിടെയും ഗ്രൂപ്പ് പൊളിറ്റിക്സ്. ഇവന്മാരിത് ഇപ്പൊ തന്നെ കുടിച്ചു പറ്റിക്കും. അതിനു മുമ്പേ കുടിച്ചേക്കാം. Okay. This is not cute. Bro, listen. I'm influencer. Not edible content. നിന്നെ കണ്ട കഴിക്കുന്ന എന്തോ പോലെയുണ്ട്. കാലറീസ് കുറവാ, പ്രോട്ടീൻ ഇല്ല. എന്നെ കഴിച്ചാൽ നിനക്ക് ഒന്നും ആവില്ല. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്.
ഗൈസ്, ഡൈനസോഴ്സ് ലോകം സ്കേറിയാണ്, ബട്ട് വൈബ് പ്യൂർ ഫൺ ആൻഡ് ത്രിൽ. മതി, ഇനി നിന്ന ഈ വോൾക്കനോയിൽ ഞാൻ പടവാവും. റിസ്കി ലൈഫാണ് ഇവിടെ. ടീറക്സ് എന്നെ തിന്നാനും സാധ്യതയുണ്ട്. സിവിൽ സ്വിച്ച്. Hey, Chandrau. No weapons. I am vlogger. I am friend. Guys, ഇവിടെ എന്റെ ട്രാൻസ്ലേഷൻ ഡിവൈസ് ഒന്നും വർക്ക് ആവില്ല. അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ സൈൻ ലാംഗ്വേജ്, പിക്ചേഴ്സ് ഒക്കെ വേണ്ടി വരും. ഈ ഹോളോഗ്രാം ഡിവൈസ് ഇല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. ബ്രോ, ആ കല്ല് താഴെയിട്. ഗൈസ്, ഈ ചേച്ചി കരയുവാണ്. ഇവരുടെ കുട്ടികളെ കാണുന്നില്ല എന്നാ പറയുന്നേ. ഇവരെ സഹായിച്ചേ പറ്റൂ. മിസ്സിംഗ് കേസ് ആണല്ലേ. സമാധാനിക്ക് ചേച്ചി, കണ്ടുപിടിക്കാൻ പോലീസ് ഇല്ലേലും ഞാനുണ്ട്. ഇതാ നോക്കൂ. സീ ഗൈസ്, ഇവിടെ എല്ലാവർക്കും എന്നെ പേടിയാണ്. ഇവിടെ ഞാനൊരു രാജാവാവും. സെർച്ചിങ് ടൈം. ലെറ്റ്സ് ഫൈൻഡ് ദം. ഇതാണ് നിങ്ങളുടെ കാട്. ഗൈസ്, ഹോ, ആ നിൽക്കുന്നത് കണ്ടോ? ഒരു വൂളി മാമത്ത്. നമ്മുടെ ആനയുടെ അപ്പൂപ്പനാന്ന് തോന്നുന്നു. ബോഡിയിൽ നല്ല ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ട്. കൂടെ ഒരു കടുവയുണ്ടല്ലോ. വായിന്ന് 2 വടിവാള് പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. ദാറ്റ്സ് സേബർ ടൂത്ത് ടൈഗർ. ആ മാമത്തും കടുവയും തമ്മിൽ വൻ ഫൈറ്റ്. ഇതിനിടയിലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത്. ആനയുടെ ചവിട്ടേക്കണോ അതോ പുലിയുടെ ഡിന്നർ ആകണോ എന്ന് കൺഫ്യൂഷനിലാണ് അവർ. നമുക്ക് വേഗം അങ്ങോട്ട് വിടണം. ഗൈസ്, ഇതൊരു ലൈവ് റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. ഫ്ലൈയിങ് ക്യാമറ കടുവയുടെ മൂക്കിനടുത്തേക്ക് വിട്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ പോയി അവരെ എടുത്തോടണം. ഡേയ് കടുവ, ഇതിലൊന്ന് നോക്കിയേ. സ്മൈൽ പ്ലീസ്. യെസ് ഗൈസ്, കടുവ ഇപ്പൊ നമ്മുടെ ക്യാമറ ചേട്ടന്റെ പുറകെയാണ്. വേഗം പോയി ആ പിള്ളേരെ എടുത്തോ. കുട്ടികളെ കിട്ടി. മാമത്തിയേട്ടൻ ആ കടുവയെ ഫുട്ബോൾ പോലെ തട്ടിവിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗുഹയിലേക്ക് മടങ്ങാം.
ഗൈസ് കണ്ടോ, ഇവിടുത്തെ ഫുഡ് ഇതിൽ പെസ്റ്റിസൈഡ്സ് ഒന്നുമില്ല, ഗ്യാരണ്ടി. പക്ഷെ ഇതെങ്ങനെയാ തിന്നുകയെന്നറിയില്ല. ഗൈസ്, എന്നെ ഇവരിവിടുത്തെ ദൈവമാക്കിയെന്ന് തോന്നുന്നു. ഓ ഗൈസ്, സീൻ മാറി. ഇതാ വരുന്നു നേരത്തെ രാവിലെ കണ്ടവനും അവന്റെ ഫ്രണ്ട്സും. ഇവന്മാർക്ക് എന്നെ കണ്ടിട്ട് സുഖിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഗിഫ്റ്റ് കിട്ടിയ പഴം വേണമെങ്കിൽ എടുത്തു, പക്ഷെ എന്നെ വിട്ടേക്ക്. രക്ഷയില്ല, ഓടിക്കോ. ലൈഫിൽ ഇത്രയും വലിയൊരു കഷ്ടകാലം സ്വപ്നങ്ങളിൽ മാത്രം. ഡെഡ് എൻഡ്. സ്വിമ്മിംഗ് പഠിക്കാത്ത ഇത്ര വലിയ കുഴപ്പമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്ന് ഞാൻ ചാവില്ല, പകരം ചാടിയേക്കാം. സിവിൽ സ്വിച്ച്.